കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക, ഇതാണ് എൻ്റെ തൊഴിൽ. കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക, ഇതാണ് എൻ്റെ തൊഴിൽ. കിണറിന് കുറ്റിയടിക്കും, കുപ്പിയടിക്കും, വീടിന് കുറ്റിയടിക്കും, കുപ്പിയടിക്കും, എന്തിനും കുറ്റിയടിക്കും, കുപ്പിയടിക്കും, ഒരു കുറ്റിക്ക് ഒരു കുപ്പി, ഇതാണ് ബിസി. അച്ചോ, ഈ ആയുസ്സിൽ ഒരുപാട് കാലം ആളുകളെ ഞാൻ ഭംഗിയായിട്ട് പറ്റിച്ചു. കുറ്റി അടിച്ചു, കുപ്പി അടിച്ചു. വീട്ടിൽ എന്നും ലഹളം, ഭാര്യയ്ക്ക് എന്നും ഇടി, ശരീരത്തിൽ ഇടിച്ചു കൊടുക്കാത്ത സ്ഥലമില്ല. വീട് 2 പ്രാവശ്യം കത്തിച്ചു. എന്നെ മോൻ വലുതായപ്പോൾ പാരമ്പര്യ പ്രകാരം അവനും കുറ്റിയടി തുടങ്ങി, കുപ്പിയടി തുടങ്ങി. പിന്നെ ഞങ്ങൾ കുട്ടിയടി തുടങ്ങി. വീട്ടിൽ എന്നും അടിയാണ്. അപ്പനോളം വലുതായപ്പോൾ മോൻ അപ്പനൊപ്പം ആയില്ലേ, അപ്പനും മോനും നമ്മൾ അടിയായി. അവസാനം വീട്ടിൽ സമാധാനമില്ലാതെ ഒരു ദിവസം മോൻ്റെ ഭാര്യ പടങ്ങിപ്പോയി. അവൻ പറഞ്ഞു അപ്പനോട്, നീ കാരണം എൻ്റെ ഭാര്യ പടങ്ങിപ്പോയത്, നിന്നെ ഞാൻ കൊല്ലും. അവനെന്നെ തല്ലി. ഞാൻ അവനെ തല്ലി, ആദ്യമൊക്കെ തടഞ്ഞു, പിന്നെ അവനെ തല്ലി കൊരിഞ്ഞ് അടിയായി. ഇത് കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യ വീട് വിട്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ വീട് വിട്ടു പോകാൻ നീ ഉത്തരവാദി, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലും. അവസാനം ഞങ്ങൾ രണ്ടുപേരും ചാകാൻ തീരുമാനിച്ചു. ഞാൻ അവന് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അത് അറിഞ്ഞവിടെ അവൻ പറഞ്ഞു, അപ്പൻ അങ്ങനെ ഒറ്റയ്ക്ക് വലിയ പുള്ളിയാവണ്ട, ഞാൻ മരിക്കും. അവന് അറ്റംപ്റ്റ് നടത്തി, പക്ഷെ ചത്തില്ല. രണ്ടാളും ചത്തില്ല. 2ാം പ്രാവശ്യം അവനാദ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി, പിന്നെ ഞാൻ രണ്ടുപേരും ചത്തില്ല. 3ാം പ്രാവശ്യം അറ്റംപ്റ്റ് നടത്തി, ചത്തില്ല. രണ്ടുപേരുടെയും ഭാര്യമാരെ പടങ്ങി പോയപ്പോൾ അവസാനം ഞങ്ങൾ തീരുമാനമെടുത്തു, നമുക്ക് ഒരുമിച്ച് മരിക്കാം. അച്ഛനറിയോ, ആലുവായിക്ക് ചെന്നേച്ച് ഒരു തോർത്ത് കൊണ്ടുകൊണ്ട് രണ്ടുപേരുടെയും കൈ കൂട്ടി നമ്മൾ കെട്ടി. അപ്പനും മോനോടെ റെയിൽ ട്രാക്കിൽ കൊണ്ട് നടക്കുക. എന്തിനായിരിക്കും? ആദ്യം വരുന്ന ട്രെയിനിന്റെ മാച്ചിൽ കൊണ്ട് കയറാൻ. അപ്പനും മോനും കൂടെ നല്ല പൂസ. ഒരു മനുഷ്യൻ ഓടി അടുത്ത് വന്നു, നിങ്ങളെ എങ്ങോട്ടാ? കണ്ണൂടെ, മുന്നോട്ടാ. അല്ല, ഈ ട്രാക്കിലൂടെ ചുമ്മാ നടക്കാം. അല്ല, എന്താ നിങ്ങളുടെ പ്ലാൻ? സ്നേഹിത, നിങ്ങൾക്ക് കണ്ണു കാണില്ല, മരിക്കാൻ പോവുക. ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട, മരിക്കണ്ട, നിങ്ങൾ മരിക്കണ്ട, നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇല്ല, രക്ഷയില്ല, എല്ലാ രക്ഷയും കഴിഞ്ഞത്. ഇല്ല, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, 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 മരിക്കണ്ട, മരിക്കണ്ട, നിങ്ങൾ ആ ട്രാക്കിൽ മാറണം. ഇല്ല, മാറുന്ന പ്രശ്നമില്ല, ആരും നടക്കണ്ട, ഒരുപാട് കണ്ടതാ, ഒരുപാട് കണ്ടതാ. ഇല്ല, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല, നിങ്ങൾ മാറണം. ഒരു ട്രെയിൻ ചീറി പണി വരുന്നത് കണ്ടപ്പോൾ അപ്പനും മോനും മരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഈ മനുഷ്യൻ അവരെ ബലമായി പിടിച്ചു വലിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ മനുഷ്യൻ അവരെ പിന്മാറ്റാൻ കഴിഞ്ഞില്ല. ട്രെയിൻ കുതിച്ചു പനി തൊട്ടടുത്തെത്തുമ്പോ ഈ മനുഷ്യൻ എവിടെ നിന്നോ ഒരു അമാനുഷിക ബലം കിട്ടി. ട്രാക്കിന് പുറത്ത് നിന്നയാൾക്ക് ഹിമാകാരന്മാരായ അപ്പനെ പോയി ഈ മനുഷ്യൻ ഒറ്റ കൈ കൊണ്ട് പൊക്കി ട്രാക്കിന് പുറത്തേക്ക്. ട്രെയിനും കടന്നുപോയി. ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ്, താനാരാ, എന്താണ് ഞങ്ങളെ രക്ഷിച്ചേ? ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾക്ക് ഇനി വലിയൊരു ജീവിതം